ഇച്ചിരി ഹൈപ്പറാണ് ആള്. ഇരിക്കില്ല. നമ്മളിപ്പം ഫസ്റ്റ് ടൈമാണ് പുറത്തിറക്കുന്നത്. അതിന്റെ ഒരു ഷൈനസ് ഉണ്ട്. ഫീമെയിലിന്റെ ഫസ്റ്റ് ലിറ്റർ ആയതുകൊണ്ട് വലിയ കെയറിങ് ഇല്ലായിരുന്നു, ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഒരു 23 ഡേയ്സ് മാത്രമേ നമുക്ക് മിൽക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇടവിട്ടൊക്കെ അത്യാവശ്യം പിന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ആയിരുന്നു കൂടുതലും. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഫുഡെല്ലാം എടുത്തു തുടങ്ങിയില്ലേ? എല്ലാ ഫുഡും. പ്രസവത്തിൽ അല്പം അഗ്രസീവ് ആയിരുന്നു. ശരി, നമ്മൾ ആരെയും അങ്ങനെ ഇല്ല, എന്നെ മാത്രം, എന്നെയും ആദ്യമേ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ അവള് പപ്പിയെ പോലും കയറി ദിവസം ആയതുകൊണ്ട് നല്ലോണം കഴിക്കും. റോട്ടിനെ വളർത്തുമ്പോൾ നമ്മള് അതിനൊരു ബേസിക് ട്രെയിനിങ് കൊടുക്കണം. ഇതിന്റെ മദറിനെ വളർത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരാളെ നമ്മൾ എങ്ങനെയാണോ, അപ്പോൾ അതിൻ്റെതായ കുരുത്തക്കേടുകൾ അതിനുണ്ട്. ശരി. അപ്പം ബേസിക് ട്രെയിനിങ്, ഒബീഡിയൻസ് ട്രെയിനിങ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഒബീഡിയൻസ് ട്രെയിനിങ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. ക്ഷമയുണ്ടെങ്കിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. കാര്യം ആള് കാണുന്ന പോലെ നല്ല പവർഫുള്ളാണ് ഡോഗ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇല്ലെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യുക.